ഭുവനേശ്വർ കാളി ടെമ്പിളാണ്. 1855 റാഷ്മോണി എന്ന് പറഞ്ഞൊരു രാജ്ഞിയാണ് ഇത് നിർമ്മിച്ചതായി പറയുന്നത്. ഇത് പക്ക ഒരു പ്രൈവറ്റ് ക്ഷേത്രമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ചില ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പുലർത്തുന്ന ഒരിടമാണ്. ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആ നാടിൻ്റേതായ ചില ആചാര സവിശേഷതകളൊക്കെ കാണാറുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ബാഗ്, അതുപോലെ തന്നെ ചെരുപ്പ്, അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ കയറ്റാൻ ആ കാണുന്നതാണ്, ദൂരെ കാണുന്നതാണ് ആ ക്ഷേത്രം. അപ്പോൾ ഈ പ്രോപ്പർട്ടി മുഴുവനും ആ കാലഘട്ടത്തിൽ ഒരു മണ്ഡൽ എന്ന് പറഞ്ഞൊരു കുടുംബം അന്ന് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് വിലയ്ക്ക് മേടിച്ച ഈ സ്ഥലത്താണ് കാളി ക്ഷേത്രം രൂപീകരിച്ചത്. ഇവിടെ ഒരു ആരതിയൊക്കെ ഉണ്ട്, രസമാണ്. നമ്മൾ ഈ കാണുന്നത് ഗംഗയാണ്. ഗംഗയുടെ അവസാനം ബംഗാൾ ഉൾക്കടലിലേക്ക് ചേരുന്ന ഒരു രംഗത്തിലാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനെ ഹൂഗ്ലി നദി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കരയിൽ ഇങ്ങനെ നമ്മൾ കാണുന്ന ഗംഗ ആരതി എന്ന് പറഞ്ഞ പോലെ ഒരു സവിശേഷമായൊരു പ്രക്രിയയാണ് അവരവിടെ നടത്തുന്നത്. കാളി ക്ഷേത്രത്തിലെ പൂജാരിയാവാം. അതിൻ്റെ താളക്രമങ്ങളൊക്കെ രസമാണ്, അവരുടെ കൈചലനങ്ങളൊക്കെ രസമാണ്. ആദ്യമേ വിളക്ക് കത്തിച്ചുള്ളൊരു പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കാണാൻ കുറേയധികം ആൾക്കാർ ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ രാമകൃഷ്ണ പരമഹംസർ ശാരദാദേവി നമ്മൾ കേട്ടിട്ടുണ്ട്. ശാരദാദേവിയാണ് ആദ്യമായിട്ട് ഇവർക്ക് പരമഹംസർക്ക് ഒരു ഗുരുത്വം നൽകുന്നത് ശാരദാദേവിയിലൂടെയാണ് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ശാരദാദേവിയും രാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനുമെല്ലാം ഇവിടെ ധ്യാനം ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. ഇതിനേക്കാളുപരി അവർക്ക് സെപ്പറേറ്റായിട്ട് ഗംഗയെ അഭിമുഖമായിട്ട് അവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിലാണ് അവർ നമ്മുടെ വിചാരധാരയെ വളരെയധികം സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ തന്നെയാണ് പരമഹംസരും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഒരു യൂണിവേഴ്സൽ രൂപത്തിലേക്ക് മാറിക്കുന്നത്, ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റിലേക്ക് സ്വാമി വിവേകാനന്ദൻ മാറി. അദ്ദേഹത്തിൻ്റെ ന്യൂയോർക്കിലെ പ്രസംഗത്തോടു കൂടിയാണ് അദ്ദേഹം വളരെ വേൾഡ് ഫേമസ് ആയിട്ട് മാറി. അതായത് അദ്ദേഹം മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സംസാരം തുടങ്ങിയെടുത്തെന്നാണ് നമ്മളെ ചരിത്രമൊക്കെ നമ്മൾ കുറച്ച് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ പരമഹംസരും അതുപോലെ തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദനും ശാരദാദേവിയുമൊക്കെ ചേർത്തിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ്.